നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകൽ മനകരത്തിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. ഇടുക്കി വട്ടവടയിൽ നിന്ന് ദുരിത കാഴ്ച. രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കമ്പിൽ കെട്ടിച്ചുമന്നത് 6 കിലോമീറ്റർ. ഗ്രാമീണ പാത ഗതാഗത യോഗ്യമല്ലാത്തത് പ്രതിസന്ധി. സംസ്ഥാനമെങ്ങും കനത്ത മഴയും നാശവും. പാലക്കാട് ഒലവക്കോട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു. പത്തനംതിട്ടയിൽ മരങ്ങൾ കടപുഴകി വൻ നാശം. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. പറമ്പിക്കുളം ആളിയാർ ഡാമുകളുടെ ഷട്ടർ ഉയർത്തി. സംഭരിച്ച നെല്ലിന്റെ തുക ഇനിയും ലഭിച്ചില്ല. പാലക്കാട് മുതുമല പഞ്ചായത്തിലെ കർഷകർക്ക് ദുരിതം. 50 ഏക്കർ നിലം തരിശിട നീക്കം. മലപ്പുറം തുവൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വാഹനത്തിന് നേരെ ആക്രമണം. യാത്രക്കാർ സുരക്ഷിതം. കാസർഗോഡ് കാഞ്ഞങ്ങാട് സൗത്തിലെ ഗ്യാസ് ചോർച്ചാ ഭീഷണി ഒഴിഞ്ഞു. അപകടത്തിൽപ്പെട്ട ടാങ്കർ സുരക്ഷിതമായി മാറ്റി. ഗ്യാസ് പൂർണ്ണമായും മാറ്റും വരെ ഗതാഗത നിയന്ത്രണം. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഇടുക്കിയിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കമ്പിൽ കെട്ടിച്ചുമന്നത് 6 കിലോമീറ്റർ. വട്ടവടയിലാണ് സംഭവം. തൊഴിലുറപ്പ് ജോലിക്കായി പോകുന്നതിനിടെ തെന്നി വീണ് പരിക്കേറ്റ ഗാന്ധിയമ്മാളിനെയാണ് കമ്പിൽ തുണി കെട്ടി ഇരുത്തി നാട്ടുകാർ ചുമന്നുകൊണ്ടുപോയത്. മത്സ്യപ്പെട്ടിയിലേക്കുള്ള ഗ്രാമീണ പാത ഗതാഗത യോഗ്യമല്ല എന്നുള്ളതാണ് കാഴ്ചയ്ക്ക് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിൻസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, നമുക്ക് ഈ കാഴ്ച തന്നെ കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് അവസ്ഥ. ഇത് സ്ഥിരം ഈ ഗതാഗത യോഗ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ സ്ഥിരം ഇങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടി വരുന്നത്? ആ ഒരു അവസ്ഥയിലാണോ അവിടുത്തെ നാട്ടുകാർക്ക്? ഹരി, തീർച്ചയായും വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഇടുക്കിയിലെ വട്ടവടയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രത്യേകിച്ചും ആദിവാസി ഗോത്ര സമൂഹമൊക്കെ അധിവസിക്കുന്ന ഒരു മേഖലയായ വട്ടവട മത്സ്യപ്പെട്ടിയിൽ നിന്നും ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനായി 6 കിലോമീറ്ററോളം ചുമക്കേണ്ട ഒരു സാഹചര്യം. അതും പ്രത്യേകിച്ച് വടിയിൽ തുണി കെട്ടി അതിലിരുത്തി ഈ കുന്നും മലകളും ഒക്കെ നിറഞ്ഞ പ്രദേശത്തു കൂടി വളരെ ദയനീയമായ പാതയിലൂടെ ആളുകൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആളുകൾ എടുത്തുകൊണ്ട് പോകുന്ന ആ പാത കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ പാതയിലൂടെ വാഹനം പോവുക എന്നത് മാത്രമല്ല ആളുകൾക്ക് നടന്നു നീങ്ങാൻ പോലും പ്രയാസകരമായ ഒരു മേഖലയാണ് ഇവിടം. ഒരു ഗോത്ര സമൂഹങ്ങളൊക്കെ താമസിക്കുന്ന ഒരു മേഖലയാണ്. 2019 കാലഘട്ടത്തിലെ മഴയിലാണ് ഇവിടുത്തെ റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതായി മാറിയത്. പിന്നീട് ഒരു മരങ്ങളൊക്കെ തടിയൊക്കെ കൊണ്ടുപോകുന്ന ഒരു പാത ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതും ഇപ്പോൾ ഗതാഗത യോഗ്യമല്ലാത്ത സാഹചര്യമാണുള്ളത്. ജീപ്പ് പോലും ഈ പ്രദേശത്തേക്ക് കടന്നു വരാത്ത സാഹചര്യമാണുള്ളത്. ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെ ദുർഘട പാതയാണെങ്കിലും ജീപ്പുകളൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇത്തരം ചില മേഖലകളിലും ഇടുക്കിയിലുണ്ട് എന്നതാണ് വസ്തുത. പ്രത്യേകിച്ചും ഗോത്ര സമൂഹമൊക്കെ താമസിക്കുന്ന വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രധാന പാതകളിൽ നിന്നും ഗ്രാമമേഖലകളിൽ നിന്നുമൊക്കെ അകന്നു കിടക്കുന്ന മേഖലകളിലേക്ക് ഇപ്പോഴും ഗതാഗത സൗകര്യങ്ങൾ ഇല്ല എന്നൊരു വസ്തുതയാണ്. പ്രത്യേകിച്ചും ഇടമലക്കുടി പോലുള്ള പ്രദേശങ്ങളിലെ സാഹചര്യം നമുക്കറിയാം. വർഷങ്ങളായിട്ടും ഇവിടേക്ക് ഒരു ഗതാഗത യോഗ്യമായ റോഡ് തീർന്നിട്ടില്ല. ഇതോടൊപ്പം തന്നെയാണ് വട്ടവടയിലെയും മറയൂരിലെയും ഒക്കെ ഗോത്ര സമൂഹം താമസിക്കുന്ന മേഖലകളിലെ ദുർഘട കാഴ്ചകളുള്ളത്. ഇപ്പൊ എന്തായാലും തൊഴിലുറപ്പ് ജോലിക്കായി പോകുന്നതിനിടെയാണ് ഗാന്ധിയമ്മാളിന് പരിക്കേറ്റത്. വീണ കാലിന് പെട്ടെന്നിരുത്തിയായിരുന്നു. അപ്പം ശരീരത്ത് മുറിവുകളും ഉണ്ടായി. ഇതോടെ ഇവർക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതോടെയാണ് ആളുകൾ ഇവരെ വടിയിൽ തുണി കെട്ടി അതിൽ ഇരുത്തി കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. ഏകദേശം 50ഓളം നാട്ടുകാർ ചേർന്നാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ നിന്നും മത്സ്യപ്പെട്ടിയിൽ നിന്നും കാന്തല്ലൂരിൽ എത്തിച്ച് അവിടെ നിന്നുമാണ് മറയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും വലിയ ദയനീയമായ ഒരു കാഴ്ചയാണ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഒരു റോഡ് ഗതാഗത യോഗ്യമല്ലാത്ത, പ്രത്യേകിച്ച് കാൽനട പോലും സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഈ മേഖലയിലുള്ളത്. അതാണ് മനസ്സിലായത്. ഗതാഗത യോഗ്യം മാത്രമല്ല, നമുക്ക് ഈ കാൽനട പോലും ദുഷ്കരമാകുന്ന കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇതിലൂടെ നടന്നു പോവുക എന്നുള്ളത് തന്നെ, അതായത് അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഈ രോഗിയെ ചുമന്നുകൊണ്ട് പോകുമ്പോഴും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 2019 മുതലാണ് ഈ പാത ഇത്രയും കൂടുതൽ പ്രശ്നമായെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ അധികൃതരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ ഒരു ചോദ്യം അവിടെയുള്ള ആളുകൾ ചോദിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് വേണം തന്നെ കരുതാൻ.
അത് തീർച്ചയായും യാതൊരു നടപടികളും ഇക്കാര്യങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് കരുതാൻ. പ്രത്യേകിച്ച് മൺപാതയാണ്, മറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ കല്ല് പതിപ്പിക്കുകയോ ചെയ്ത ഒരു പാതയൊന്നുമല്ല. പൂർണ്ണമായ ഒരു മൺപാതയാണ്. വലിയ വാഹന ഗതാഗതത്തിനുള്ള സാധ്യതകളുള്ള ഒരു പാതയല്ല. പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടി മാത്രം നിർമ്മിക്കേണ്ട ഒരു പാത. പ്രത്യേകിച്ചും ഈ വട്ടവടയിലെ ജനവാസ മേഖലയിൽ നിന്നൊക്കെ അല്പം അകലെയായിട്ടുള്ള ഒരു മേഖലയാണിത്. കാരണം മേഖലയിലെ മറയൂരിലെയും വട്ടവടയിലെയും മാങ്കുളത്തെയും ഒക്കെ ആദിവാസി സമൂഹം താമസിക്കുന്നത് ജനവാസ മേഖലയിൽ നിന്ന് അല്പം അകലെയായിരിക്കും. പ്രത്യേകിച്ചും അവർക്ക് അവിടേക്ക് റോഡ് പണിയേണ്ട ഒരു സാഹചര്യമുണ്ട്. ചെറിയ ചെറിയ കുടികൾ ഈ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. അവിടെ മിക്കപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യം അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ നിലവിലുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഇടമലക്കുടിയിൽ ഇതുവരെയും ഗതാഗത യോഗ്യമായ റോഡ്, ഒരു പഞ്ചായത്ത് യാഥാർത്ഥ്യമായിട്ടും കൃത്യമായ ഒരു ഗതാഗത യോഗ്യമായ റോഡ് ഈ പ്രദേശത്തില്ല. അവിടെ ഈ സാഹചര്യം നിലനിൽക്കുന്നു. ഇതോടൊപ്പമാണ് വട്ടവടയിൽ നിന്ന് ഇത്തരത്തിലൊരു കാഴ്ച വർഷങ്ങളായി വ്യക്തമാണ്. വട്ടവടയിൽ നിന്നാണ് ഈ ദയനീയ കാഴ്ച. അപകടം പറ്റിയ ഒരു തൊഴിലാളിയെ 6 കിലോമീറ്റർ ചുമന്നുകൊണ്ടുപോകുന്ന അവിടുത്തെ നാട്ടുകാരുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. യാത്രാ സൗകര്യമില്ലാത്ത റോഡാണ്. അവിടെ ചുമന്നുകൊണ്ടുപോയി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് അവിടുത്തെ നാട്ടുകാർ. അധികൃതർ പെട്ടെന്ന് തന്നെ കണ്ണു തുറക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുമെന്ന് തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവി കോൺഗ്രസ് പ്രവർത്തകനുമായി 4 മാസം മുമ്പ് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് പാലോട് രവി ഇത് പറയുന്നത്. LDF-ന് മൂന്നാമതും തുടർഭരണം ലഭിക്കുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൂന്നാമതാകുമെന്നും പാലോട് രവി പ്രവർത്തകനോട് പറയുന്നുണ്ട്. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മൂന്നാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി താഴെ നീ നോക്കിക്കോ. 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നു? അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചകുത്തി തീർച്ചയായിട്ടും കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJP-യിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ നശിക്കും. അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. വാർഡ് ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസ് ആയിരുന്നു. അത് അവിടെ നിന്നല്ല, ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ 10% സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജില്ലയിലെ വെറുതെ വീരവാദം പറഞ്ഞ് നമ്മളൊക്കെ നടക്കാവുന്ന കുഴിച്ചും ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും പറഞ്ഞ് ഓരോ താല്പര്യവും പറഞ്ഞ് കൂടെ ഇതിനെ കുഴിച്ചു മൂടുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവിയുടെ വാക്കുകളാണിത്. ഡാൻ കുര്യൻ ചേർന്നുകൊണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, പാലോട് രവിയുടെ വാക്കുകൾ പ്രത്യേകിച്ച് നാളുകൾക്ക് മുമ്പ് പ്രവർത്തകനുമായി സംസാരിച്ച ഓഡിയോ ആണിത്. എന്തായാലും കൃത്യമായിട്ട് പറയുന്നത് 3-ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പിന്തള്ളപ്പെടാനുള്ള സാധ്യത പല മണ്ഡലങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ്. എന്താണ് കൂടുതൽ വിശദാംശം? 3 മാസം മുമ്പ് വെഞ്ഞാറമൂടുള്ളൊരു പ്രാദേശിക കോൺഗ്രസ് നേതാവുമായി പാലോട് രവി നടത്തിയ ഫോൺ സംഭാഷണത്തിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തെ വലിയ തരത്തിൽ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് പാലോട് രവിയുടെ ഈ പരാമർശങ്ങൾ മാറുമെന്നാണ് സൂചന. അതായത് പ്രവർത്തകനുമായി പാർട്ടിക്കുള്ളിലെ ആഭ്യന്തരമായ ചില തർക്കങ്ങളും അത് ഏത് തരത്തിലായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വെല്ലുവിളിയായി മാറാൻ പോകുന്നത് എന്ന കാര്യവുമാണ് പാലോട് രവി വിവരിക്കുന്നത്. അവിടെ എടുത്തു പറയുന്ന കാര്യം, തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സമാനമായ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അങ്ങനെ കോൺഗ്രസ് എടുക്കാച്ചിറക്കായി മാറും. കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരു വിഭാഗം LDF-ലേക്കും മറ്റൊരു വിഭാഗം BJP-യിലേക്കും പോകും എന്നുവരെ തിരുവനന്തപുരം DCC-യുടെ ചുമതലയുള്ള പാലോട് രവി ഈ നേതാവുമായി സംസാരിക്കുന്നുണ്ട്. ഈ സംസാരിക്കാനിടയായ സാഹചര്യം, ഈ ഫോണിൽ പാലോട് രവിയെ ബന്ധപ്പെട്ട നേതാവ് മറ്റൊരാളുമായി പ്രാദേശിക തലത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് പറഞ്ഞു വരുമ്പോഴാണ് ഈ തർക്കങ്ങളൊക്കെ നാട്ടിൽ മുഴുവൻ പാട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പ്രദേശത്ത് പാർട്ടിയെ കുഴിച്ചുമൂടി, ഇതേ സാഹചര്യം തന്നെയാണ് പാർട്ടിയുടെ മേലെ തട്ടിൽ നിൽക്കുന്നത് എന്ന തരത്തിൽ പാർട്ടിയിലെ ആഭ്യന്തരമായ തർക്കങ്ങളെക്കുറിച്ച് ഈ പ്രാദേശിക നേതാവിനെ വിശ്വസിച്ചുകൊണ്ട് പാലോട് രവി നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. പക്ഷേ ഇത് നേതൃത്വത്തെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കും. CPM-നടക്കം ഇത് രാഷ്ട്രീയ ആയുധമായി മാറും. അങ്ങനെയാണെങ്കിൽ പാലോട് രവിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ളൊരു അച്ചടക്ക നടപടിക്ക് KPCC നേതൃത്വം തയ്യാറാകുമോ? അതോ ഈ ശബ്ദ സന്ദേശം
പുറത്തായത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ആഭ്യന്തര അന്വേഷണം പാർട്ടി പ്രഖ്യാപിക്കുമെന്നതിൽ മാത്രമാണ് ഇനിയൊരു വ്യക്തത കൈവരാനുള്ളത്. ഈ ആഴ്ചകൾക്കകത്ത് പാർട്ടിയുടെ പുനഃസംഘടന, അതായത് ശേഷിക്കുന്ന DCC KPC ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നുള്ള പുനഃസംഘടന പൂർത്തിയാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് മറ്റൊരാളുടെ പേര് വലിയ തരത്തിൽ ചർച്ചയായി മാറുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് പാലോട് രവിയുടെ ഈ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതിനെ നോക്കിക്കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ നേതൃത്വം ഈ വിഷയത്തോട് ഏത് തരത്തിലായിരിക്കും ഇനി പ്രതികരിക്കുക? നേതൃത്വം ഇത് എങ്ങനെയാണ് ഇത് ന്യായീകരിക്കുക എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന രീതിയിൽ ഈ സംഭാഷണം മാറിക്കഴിയുന്നു. കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് തലപ്പത്തുള്ളവർ എങ്ങനെയായിരിക്കാം ഇതിനെ പ്രതിരോധിക്കുക എന്നൊരു വലിയ ചോദ്യം നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇടതുപക്ഷം ഇത് കൃത്യമായി തന്നെ ഒരു രാഷ്ട്രീയ ഒളിയമ്പായിട്ട് മാറ്റുക എന്നുള്ളതും കൂടിയുണ്ട്. കാരണം മൂന്നാമതും ഇടതുപക്ഷം തന്നെ അധികാരത്തിലേക്ക് വരുമെന്നുള്ളതും പാലോട് രവി ഈ ഓഡിയോ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് പ്രതിരോധിക്കുന്ന രീതി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വലിയ ചോദ്യത്തിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. അത് നേതൃത്വം അത്തരത്തിൽ ചർച്ചകൾ നടത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ അവരോട് അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ തേടുമ്പോൾ മാത്രമേ അതിലൊരു വ്യക്തത കൈവരികയുള്ളൂ. നിലവിൽ മുതിർന്ന നേതാക്കൾ ആരും പരസ്യമായി ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് തലസ്ഥാനത്തുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ പരസ്യമായ ഒരു പ്രതികരണം ഒരു നേതാക്കളും നടത്തിയിട്ടില്ല. വൈകുന്നേരം രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയുണ്ട് തലസ്ഥാനത്ത്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളോട് ഇതിൽ സ്വാഭാവികമായി മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഘട്ടത്തിൽ പരസ്യമായ ഒരു പ്രതികരണത്തിന് മുതിർന്ന നേതാക്കൾ തയ്യാറാകുമോ എന്നതാണ് അറിയാനുള്ളത്. അതിനപ്പുറത്തേക്ക് പാർട്ടി ഈ വിഷയത്തിൽ KPCC നേതൃത്വം തന്നെ ഇടപെട്ട് ആഭ്യന്തരമായ ഒരു അന്വേഷണം. ഇപ്പോൾ BJP നേതാവ് VV രാജേഷ് ചേരുകയാണ്. ശ്രീ VV രാജേഷ്, ഇവിടെ പാലോട് രവി പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് 60 അസംബ്ലി മണ്ഡലങ്ങളിൽ കാശ് കൊടുത്ത് BJP വോട്ട് കരസ്ഥമാക്കും എന്നതും പാലോട് രവി ആ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അതിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? അല്ല, ഇത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ജ്യോതിഷം വശമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. BJP നാളെ എന്ത് കാര്യം ചെയ്യും എന്ന് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്കൊക്കെ കോൺഗ്രസ് മാറിയെങ്കിൽ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കി കോൺഗ്രസ് അതിലിനി പ്രസക്തിയില്ലെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ ജോത്സ്യന്റെ പണി തുടങ്ങിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ആര് പറഞ്ഞാലും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഈ 60 മണ്ഡലത്തിലെ ജനങ്ങളൊക്കെ തന്നെ പണം കണ്ടിട്ടില്ലാത്തവരാണോ? അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെങ്കിൽ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെങ്കിൽ അവർ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. മറ്റുള്ള പാർട്ടികളുടെ അവളുടെ പരാജയം മറ്റുള്ള പാർട്ടികളുടെ തോളിൽ ചാരേണ്ട കാര്യമില്ല. എന്നാൽ കേരളത്തിൽ ഞങ്ങൾക്ക് വളരെ വലിയ മുന്നേറ്റം, വളരെ വലിയ ജനകീയ അടിത്തറ ഞങ്ങൾക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങൾ, ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ, ഞങ്ങളുടെ നേതൃത്വത്തിന്റെ മികവ്, പാർട്ടി പ്രവർത്തകരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനം. അപ്പോൾ അതുകൊണ്ടാണ് BJPക്ക് വളർച്ചയും മുന്നേറ്റവും ഉണ്ടാകുന്നത്. ഇനി കോൺഗ്രസ് CPM-ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ധാരണ ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾക്കറിയില്ല. BJPയുടെ മേൽ ചാരിയിട്ട് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ മുതിരേണ്ട കാര്യമില്ല. അല്ല, പൈസ കൊടുത്ത് നിങ്ങൾ വോട്ട് കരസ്ഥമാക്കും എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ പൈസ കൊടുത്ത് ഇവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കുക എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പോകുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ അപമാനിക്കരുത്, അപഹസിക്കരുത്, പരിഹസിക്കരുത്. കേരളത്തിലെ ജനങ്ങളൊക്കെ തന്നെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് വോട്ട് കൊടുക്കാനിരിക്കുന്നവരാണ്. മാത്രമല്ല BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടി നമ്മുടെ രാജ്യത്ത് വളരെ വലിയ മാറ്റങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തോട് നടത്തിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ മുഴുവനും വിജയിച്ചു വരുന്നത് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നടത്തുന്ന നിസ്വാർത്ഥ പ്രവർത്തനം കൊണ്ടാണ്. 10, 50, 60 വർഷം കൊണ്ട് നൂറുകണക്കിന് ആൾക്കാർ ബലിദാനികളായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. പണം കൊടുത്ത് വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ വരാമായിരുന്നുവെങ്കിൽ അതാണ് ജനാധിപത്യത്തിലെ രീതിയെങ്കിൽ എന്നേ BJP അധികാരത്തിൽ വന്നതിന്. അതല്ലല്ലോ ഞങ്ങളുടെ രീതി. ഇനി കോൺഗ്രസ് എവിടെയെങ്കിലുമൊക്കെ പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കാൻ പരിശ്രമം നടത്തിയിട്ടുണ്ടോ ഇത് എന്നുള്ളത് അവർ തന്നെ പറയേണ്ടതാണ്. അതുകൊണ്ട് ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അവരുടെ പാർട്ടിയിലുള്ള അവരുടെ വകയ്ക്ക് കൊള്ളാത്ത നേതാക്കന്മാർ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുള്ള, VD സതീശൻ ഉൾപ്പെടെയുള്ളവരുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ബാധിച്ച നിരാശയിൽ നിന്നാണ്. ഇത് ഒരാളിന്റെ മാത്രം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല സുഹൃത്തെ. ഇത് കേരളത്തിലെ 100 കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ നിരാശാബോധത്തിൽ നിന്നും വരുന്നതാണ്. കാരണം എന്താണ്? കഴിഞ്ഞ 10 വർഷമായി, 5 വർഷം രമേശ് ചെന്നിത്തല, 5 വർഷം VD സതീശൻ, അങ്ങനെ 10 വർഷമായി ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുവാനുള്ള ഒരു ത്രാണിയും കാണിക്കാതെ നിർണായക ഘട്ടങ്ങളിലൊക്കെ തന്നെ പിണറായി വിജയനും CPM-ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമീപനമായിരുന്നു കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധി എന്താണ് അബദ്ധജടിലമായ പ്രസ്താവനകൾ കൊണ്ട് സമ്പൂർണ്ണമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പാർലമെന്ററി പ്രവർത്തനം. പാർലമെന്റിൽ ഉറങ്ങുക,
പാർലമെന്റ് നടക്കുന്ന സമയത്ത് വിദേശത്ത് പോയി വായി നോക്കി നടക്കുക, പിന്നെ KC വേണുഗോപാലിനെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ABCD അറിഞ്ഞിടാത്ത നേതാക്കന്മാർ കോൺഗ്രസ് നയിച്ച് ജനകീയ അടിത്തറയുള്ളവരെയൊക്കെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇതിൽ നിന്നുകൊണ്ട് DCC പ്രസിഡന്റുമാർക്കും KPCC ഭാരവാഹികൾക്കും കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് പേർക്ക് ഒരു നിരാശ പടർന്നിട്ടുണ്ട്. ആ നിരാശയിൽ നിന്നും ഉണ്ടാകുന്ന ചില ജൽപ്പനങ്ങളാണ് എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന്റെ പോലെ സാധാരണക്കാരായ പ്രവർത്തകർ BJPയുടെ പ്രവർത്തനത്തിൽ ആകൃഷ്ടരായി പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ CPM-നെതിരായുള്ള ശക്തമായ പ്രതിപക്ഷമായിട്ട് കേരളത്തിൽ BJP മാറിക്കഴിഞ്ഞു, കോൺഗ്രസിന് ഒരു സ്പേസ് നഷ്ടപ്പെട്ടു എന്ന് വെളിപ്പെടുത്തുന്നതാണ് DCC പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ്. ശരി, വ്യക്തമാണ്. നന്ദി ശ്രീ വി രാജേഷ് പ്രതികരിച്ചതിന്. ഡാനിലേക്ക് പോവാണ്. ഡാൻ, വി രാജേഷിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി BJP മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം കൃത്യമായി തന്നെ രാജേഷിന്റെ വാക്കുകളിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ പരസ്യമായി തന്നെ അദ്ദേഹം വിമർശനവും ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ഈ തുടർ ഭരണം എന്നത് കേരളത്തിൽ കേട്ടുകേൾവില്ലാത്ത കാര്യം, അതിനുശേഷം ഇപ്പോൾ മൂന്നാമതും ഇടതുപക്ഷം വരുമെന്നുള്ള പാലോട് രവിയുടെ വാക്കുകൾ, ഇത് ഇനി CPM-ഉം അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷവും അതുപോലെ തന്നെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് തന്നെ നമ്മൾ വരുന്ന മണിക്കൂറുകളിലെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാവുമല്ലോ. അതായത് ഇന്നലത്തെ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ പ്രതിരോധത്തിലായ പാർട്ടി നേതൃത്വത്തിന് തീർച്ചയായിട്ടും അതിനെ മറയ്ക്കാൻ കഴിയുന്ന ഒരു ആയുധമായി പാലോട് രവിയുടെ ഈ പ്രസ്താവന മാറുമെന്ന് തന്നെ വേണം വിലയിരുത്താൻ. കാരണം പാലോട് രവി ഒരു കോൺഗ്രസിൻ്റെ തന്നെ പ്രാദേശിക നേതാവുമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭാഷണം നടത്തിയിരിക്കുന്നത് എങ്കിലും അത് പുറത്തെത്തുന്നതോടെ അതിന് മറ്റൊരു മാനം കൈവരും. കാരണം പാർട്ടിക്കകത്ത് പാർട്ടിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ സ്വാഭാവികമാണ്. നേതാക്കന്മാർ കൂടിയിരുന്ന് ഔദ്യോഗികമായും അല്ലാതെയും പാർട്ടിയിലെ തർക്കങ്ങളും പ്രശ്നങ്ങളും അത് തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്ന കാര്യമൊക്കെ കൃത്യമായ യാഥാർത്ഥ്യബോധത്തോടെ തന്നെ ചർച്ചകൾ നടക്കുന്നത് എല്ലാ പാർട്ടികളിലും നടക്കുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ നടക്കുന്ന ചർച്ചകൾ പുറത്തേക്ക് എത്തുമ്പോൾ അത് എതിർചേരികൾക്ക് വലിയൊരു രാഷ്ട്രീയ ആയുധം കൈവന്നതിന് തുല്യമാകും. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ സംഭാഷണം പുറത്തു വന്നതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം പാലോട് രവി പറഞ്ഞത് പ്രാദേശികമായ തർക്കങ്ങൾ അതൊക്കെ പ്രാദേശികമായി നിലനിൽക്കുന്ന തർക്കങ്ങളെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾ പുറത്തേക്ക് എത്തുമ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വെട്ടിലാക്കുന്ന പ്രസ്താവനയാണ് DCC അധ്യക്ഷൻ കൂടിയായ പാലോട് രവിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരും. മാത്രവുമല്ല KPCC പൊതുസംഘടനയിൽ സംഘടനാകാര്യ ചുമതലയുള്ള ഒരു പദവി KPCC-യിൽ പാലോട് രവിക്ക് ലഭിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തായിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാലോട് രവിയെ വെട്ടുന്നതിന് വേണ്ടി പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ നടത്തിയ നീക്കമാണോ ഇതിന് പിന്നിൽ എന്ന കാര്യത്തിൽ കൂടി ഇനി വ്യക്തത കൈവരാനുണ്ട്. കൃത്യമാണ്, അത് തന്നെയാണ്. അപ്പോൾ അല്ലാണ്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ അല്ലാത്ത സംഭാഷണങ്ങളൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് പോലെയല്ല, പുറത്തേക്ക് വരുമ്പോഴേക്കും മറ്റൊരു രാഷ്ട്രീയ മാനം ഉണ്ടാകുന്നു. മറ്റു പാർട്ടികൾ അത് ആയുധമാക്കി മാറ്റുന്ന തന്നെ മാറും ഈ ഒരു ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട്. എന്തായാലും പാലോട് രവിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക്. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മൂന്നാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി താഴെ. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നു? അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചകുത്തി. തീർച്ചയായിട്ടും സംഭവിക്കും. കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJP-യിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോൾ അത് കഴിഞ്ഞാൽ നശിക്കും. അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നു, വെറും ബോഗസ് ആയിരുന്നു. അത് അവിടെ നിന്നല്ല, ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ 10% സ്ഥലത്ത് നമുക്ക് ആളുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീലെ വെറുതെ വീരവാദം പറഞ്ഞ് നമ്മളൊക്കെ നടക്കാമെന്ന് കുഴിച്ചും ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും പറഞ്ഞ് ഓരോ താല്പര്യവും പറഞ്ഞ് കൂടെ ഇതിനെ കുഴിച്ചു മൂടുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടാവും.
വലിയ പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് വൈകുന്നേരം രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണാനിടയുണ്ട്. പക്ഷേ ഇത് പാലോട് രവിയുടെ വ്യക്തിപരമായ വാക്കുകൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാനാണോ കോൺഗ്രസ് നേതാക്കൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ പ്രതിരോധ കോട്ട തീർക്കുക എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ആഭ്യന്തര അന്വേഷണവും കോൺഗ്രസ് പ്രഖ്യാപിക്കേണ്ട സാധ്യതയുണ്ടോ എന്ന് അറിയില്ല. പ്രത്യേകിച്ച് ഈ ഓഡിയോ സംഭാഷണം എങ്ങനെയാണ് പുറത്തു വന്നത് എന്നുള്ള കാര്യത്തിലേക്കും കൃത്യമായ ചർച്ചകൾ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൽ ഉള്ളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. വിവരങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പാലക്കാട് പറമ്പിക്കുളം ആളിയാർ ഡാമുകളുടെ ഷട്ടർ ഉയർത്തി. ഒലവക്കോട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു. കോഴിക്കോട് കൊടിയത്തൂരിൽ മരം വീണ് വീട് തകർന്നു. പത്തനംതിട്ടയിലും വ്യാപകമായി മരങ്ങൾ കടപുഴകി. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. ഇതിന്റെ സ്വാധീന ഫലമാണ് മഴ. പാലക്കാട് പറമ്പിക്കുളം ആളിയാർ ഡാമുകളുടെ ഷട്ടർ ഉയർത്തി. പറമ്പിക്കുളം ഡാമിന്റെ 3 സ്പിൽവേ ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. സെക്കൻഡിൽ 1191 ഘനയടി വെള്ളമാണ് ഡാമിൽ നിന്ന് പുറത്തേക്കൊഴുകുന്നത്. ആളിയാർ ഡാമിന്റെ 11 ഷട്ടറുകളും 12 സെന്റിമീറ്റർ വീതം ഉയർത്തി. സെക്കൻഡിൽ 2457 ഘനയടി വെള്ളം തുറന്നുവിടുന്നുണ്ട്. ചിറ്റൂർ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ആളിയാർ ഡാം തുറന്നതോടെ പറളി ഓടന്നൂർ നിലംപതി പാലം മുങ്ങി. ശക്തമായ കാറ്റിൽ പാലക്കാട് തച്ചമ്പാറ കുന്നം തിരുത്തിയിൽ വീട്ടിലേക്ക് മരം വീണ് 2 പേർക്ക് പരിക്കേറ്റു. സരോജിനി, അർച്ചന എന്നിവർക്കാണ് പരിക്കേറ്റത്. എലപ്പുള്ളി മണിയേരി പച്ചരിക്കുളമ്പിൽ ബി രാമചന്ദ്രന്റെ വീടിന്റെ പിൻവശത്തെ ചുവരിടിഞ്ഞു വീണു. തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. പാലക്കാട് മംഗലം ഡാം ചിറ്റടിയിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഒലവക്കോട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു. VK ശ്രീകണ്ഠൻ MP-യുടെ ഫണ്ടിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ ചെലവാക്കി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തകർന്നത്. മണ്ണാർക്കാട് അലനല്ലൂർ അഗളി സബ്സ്റ്റേഷൻ പരിധിയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. അട്ടപ്പാടി താവളം മുള്ളി റോഡിൽ കൂറ്റൻ പോസ്റ്റ് റോഡിന് കുറുകെ വീണ് ഏറെ നേരം തടസ്സപ്പെട്ടു. പത്തനംതിട്ട ജില്ലയിലും വ്യാപക നാശനഷ്ടമാണ്. പന്തളം പൂഴിക്കാട്ട് സർക്കാർ UP സ്കൂൾ മുറ്റത്ത് ചുവട് ദ്രവിച്ചു നിന്ന മരം കടപുഴകി. റാന്നി, അടൂർ, കോന്നി, വടശ്ശേരിക്കര, പന്തളം, കടമ്മനിട്ട, നാരങ്ങാനം, കല്ലറക്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം മരം വീണു. 400ഓളം വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തി. കൃഷിനാശവും വ്യാപകമാണ്. കൊല്ലം തെന്മല പരപ്പാർ ഡാമിന്റെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം തുറന്നു. കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം മൈസൂർ പട്ടയിൽ കണ്ടർപള്ളിയിൽ കൃഷ്ണന്റെ വീട് ശക്തമായ കാറ്റിൽ മരം വീണ് തകർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കണ്ണൂർ പാലക്കോട് അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായി. പയ്യന്നൂർ പുഞ്ചക്കാട് സ്വദേശി P. അബ്രഹാമിനെയാണ് കാണാതായത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. കൂടെ ഉണ്ടായിരുന്ന വർഗീസ് എന്നയാൾ നീന്തി രക്ഷപ്പെട്ടു. രാത്രി 11 മണിയോടെ ശക്തമായി വീശിയടിച്ച് കാറ്റിൽപ്പെട്ട് തോണി മറിയുകയായിരുന്നു. കടലിൽ നിന്നും കണ്ടെത്തിയ വള്ളം കരയ്ക്കടുപ്പിച്ചു. അബ്രഹാമിനെ കണ്ടെത്താനായി തെരച്ചിൽ തുടരുകയാണ്. മലപ്പുറം തുവൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വാഹനം ആക്രമിച്ചു. ആർക്കും പരിക്കില്ല. പുലർച്ചെ 5 മണിയോടെയാണ് ആന ഇറങ്ങിയത്. 3 കാട്ടാനകളാണ് പ്രദേശത്ത് എത്തിയത്. സംഭരിച്ച നെല്ലിന്റെ തുക ലഭിക്കാതായതോടെ നെൽകൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് പാലക്കാട്ടെ നെൽകർഷകർ. മുതുതല പഞ്ചായത്തിലെ നെൽകർഷകരാണ് കൃഷി ഇറക്കാനില്ലെന്ന നിലപാടെടുത്തത്. 50 ഏക്കർ നിലം തരിശിടാനാണ് ഇവരുടെ തീരുമാനം. പന്നികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യവും കർഷകർക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. മുതുതല കുളത്തുംപാടം പാടശേഖരത്തിൽ ഇത്തവണ കൃഷി ഇറക്കാനില്ലെന്ന നിലപാടിലാണ് കർഷകർ. 50 ഏക്കറോളം വരുന്ന കൃഷിയിടത്തെ കർഷകർ ഒന്നടങ്കം എടുത്ത തീരുമാനമാണിത്. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാതായതോടെയാണ് കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലായത്. 10 മാസങ്ങൾക്ക് മുൻപാണ് സപ്ലൈകോ കർഷകരിൽ നിന്നും നേരിട്ട് നെല്ല് ശേഖരിച്ചത്. എന്നാൽ ഇതുവരെ ഒരു പൈസ പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ലെന്നാണ് കർഷകരുടെ പരാതി. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് കർഷകർക്കുണ്ടാക്കുന്നത്. പലരും സ്വർണം പണയം വെച്ചും വായ്പയെടുത്തുമൊക്കെയാണ് കൃഷി ഇറക്കിയത്. സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിനാൽ വലിയ പലിശ തിരിച്ചടയ്ക്കേണ്ട അവസ്ഥയിലാണ് ഇവർ. കഴിഞ്ഞ പ്രാവശ്യം മകരത്തിൽ നെല്ല് കൊണ്ടുപോയതാണ്. ഇതുവരെ അതിൻ്റെ പൈസ ഒരാളും കിട്ടിയില്ല. ഇവിടുത്തെ കൃഷിക്കാരൊക്കെ എല്ലാവരും അതിന് ബുദ്ധിമുട്ടാണ്. പണ്ടം പണയം വെച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്
അവർ കൃഷി നടത്തിയത്. ഇതുവരെ അതിന് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പൈസ ഇതുവരെ കിട്ടിയില്ല. ഇതിനു പുറമെ പന്നി ശല്യവും സാമൂഹ്യ വിരുദ്ധ ശല്യവും കർഷകരെ ദുരിതത്തിലാക്കുന്നു. സാമൂഹ്യ വിരുദ്ധർ മദ്യക്കുപ്പികൾ പാടത്തേക്ക് വലിച്ചെറിയുന്നതും കർഷകരെ പ്രയാസപ്പെടുത്തുന്നു. പന്നിശല്യമാണെങ്കിൽ വളരെ ഭയാനകമാണ്. കഴിഞ്ഞ പ്രാവശ്യം എത്രയോ ഈ സ്ഥലങ്ങളിലൊക്കെ കൃഷിസ്ഥലങ്ങളിൽ മുഴുവനും ഉഴുതുമറിക്കുക. ഞങ്ങൾ നാട് അവർ ഉഴുതുമറിക്കുക. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതേമാതിരി തന്നെ സാമൂഹ്യ വിരുദ്ധർ കുപ്പികൾ ഇട്ടിട്ട് പൊട്ടിക്കുക, കള്ളും കുടിച്ചിട്ട് അങ്ങനെ പൊട്ടിക്കുക. അതിന് ഞാൻ ഒരു മന്ത്രിക്ക് അടക്കം ഒരു നിവേദനം കൊടുത്താണ്. ഒരു മറുപടി പോലും ഇതുവരെ തന്നിട്ടില്ല. അതിൻ്റെ കോപ്പിയാണത്. പ്രദേശത്ത് കൂടി കടന്നു പോകുന്ന ചിറയിൽ നിന്നാണ് കൃഷിക്ക് ആവശ്യമായ വെള്ളമെടുക്കുന്നത്. എന്നാൽ ചിറയുടെ അറ്റകുറ്റപ്പണി നടത്താത്തതും ജലസേചനത്തെ ബാധിക്കുന്നുണ്ട്. വെള്ളത്തിന് ഇവിടെ രണ്ടാമത് ചെയ്യുമ്പോൾ ചിറയെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ചിറയിൽ വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൃഷി ഉണങ്ങിപ്പോകുന്നൊരു സംവിധാനം. അപ്പോൾ ആ ചിറകളിൽ കൃത്യമായിട്ട് പാത്തികളും അതിനുള്ള സംവിധാനം ഷട്ടറുകളോ എന്താ വെച്ചാൽ ഫിറ്റ് ചെയ്തിട്ട് കർഷകരെ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യണം. 50 ഏക്കർ തരിശിടുന്നതോടെ തൊഴിലാളികൾക്ക് തൊഴിൽ കുറയുന്ന സാഹചര്യവും ഉണ്ടാകും. പ്രതിസന്ധികളെ തരണം ചെയ്ത് കൃഷി ഇറക്കിയ കർഷകർക്ക് അധ്വാനത്തിന് പ്രതിഫലം നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. നടപടിയില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 പാലക്കാട്. സകല മലയാളം പൂർണ്ണമാവുകയാണ്. ഇനി സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.